സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും സക്കാത്തായി വീടുകയില്ല എന്ന് നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? പണ്ഡിതന്മാർ, ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നല്ലേ? അതല്ലേ കാന്തപുരം പറഞ്ഞത്? അതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. സക്കാത്ത് എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് ഇതിന്റെ വിനിയോഗം, എപ്പോഴാണ്, ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ് എന്ന് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്, ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഏതാണെങ്കിലും നിങ്ങൾ ശാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളാണല്ലോ. ശാഫിഈ ഫിഖ്ഹുകളിൽ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, പണ്ഡിതന്മാർ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഷറഹുൽ മുഹദ്ദബാണ്. ശാഫിഈ മദ്ഹബുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ശാഫിഈ മദ്ഹബിലെ വളരെ പ്രാമാണികമായ ആധികാരികമായ കിതാബാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ ഷറഹുൽ മുഹദ്ദബ്. ഇമാം ഷിറാസിയുടെ ഗ്രന്ഥത്തിനുള്ള വിശദീകരണ ഗ്രന്ഥമാണ്. ഇതാ നിങ്ങൾ ശരിക്കും നോക്കൂ. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹു തആല, അതായത് ഇമാം ഷിറാസി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാൻ എങ്ങനെയൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അത് എങ്ങനെ വിതരണം ചെയ്യാം. യജൂസു ലിറബ്ബിൽ മാലി അൻ യുഫർരിഖ സകാത്തൽ അംവാലിൽ ബാത്തിന ബിനഫ്സിഹി. സക്കാത്ത് നൽകേണ്ട ആ ഉടമസ്ഥൻ, അതല്ലെങ്കിൽ സമ്പത്തിന്റെ ഉടമസ്ഥനായ ആൾക്ക് അനുവദനീയമാണ് ആ സക്കാത്ത് വിതരണം ചെയ്യാം. എങ്ങനെ? ബിനഫ്സിഹി, അയാൾക്ക് സ്വന്തമായി അതിന്റെ അവകാശികൾക്ക് നേരിട്ട് സക്കാത്ത് കൊടുക്കാം. ഒന്നാമത്തെ സംഗതി. രണ്ടാമതായി പറയുന്നു വയജൂസു അൻ യുവക്കില മൻ യുഫർരിഖ്. വയജൂസു, അയാൾക്ക് അനുവദനീയമാണ് അൻ യുവക്കില, അത് ഏൽപ്പിക്കാം, മൻ യുഫർരിഖ്, ആ സക്കാത്ത് വിതരണം ചെയ്യുന്ന ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ എന്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏൽപ്പിക്കുന്നതും അനുവദനീയമാണ്. അപ്പൊ നമ്മുടെ സക്കാത്ത്, ഇപ്പൊ ഞാൻ സക്കാത്ത് നൽകണം, സക്കാത്ത് നൽകാൻ എനിക്ക് ബാധ്യത ഉണ്ട്. അപ്പൊ എന്റെ സക്കാത്ത് എനിക്ക് നേരിട്ട് നൽകാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ആ സക്കാത്ത് നൽകുന്നതിന് വേണ്ടി ഒരാളെയോ അതല്ലെങ്കിൽ ഏതാനും വ്യക്തികളെയോ അത് ഏൽപ്പിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ലി അന്നഹു ഹഖ്ഖുമാലിൻ, അത് സാമ്പത്തികമായ ഒരു അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഫജാസ അൻ യുവക്കില ഫീ അദാഇഹി, അത് നൽകുന്നതിൽ, അത് വീട്ടുന്നതിൽ മറ്റൊരാളെ തൗക്കീൽ ചെയ്യുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇനി മൂന്നാമതായി പറയുന്നു വയജൂസു അൻ യദ്ഫഅ ഇലൽ ഇമാമി. ഇനി ഒരു ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള നാടാണെങ്കിൽ ആ സക്കാത്ത് ഭരണാധികാരിയെ ഏൽപ്പിക്കാം, ഭരണാധികാരിക്ക് നൽകാം. ലി അന്നഹു നായിബുൻ അനിൽ ഫുഖറായി, കാരണം ദരിദ്രരുടെ പകരക്കാരനാണ് ആര്? ആ ഭരണാധികാരി. ഫജാസ ദഫ്ഉ ഇലൈഹി കവലിയിൽ യതീമി, യതീമിനെ സംരക്ഷിക്കുന്നവനെ പോലെ ഈ ഭരണാധികാരിക്ക് ആ സക്കാത്ത് നമുക്ക് ഏൽപ്പിക്കാം, അയാൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്താണ് ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നത്? 3 രൂപത്തിൽ സക്കാത്ത് നൽകുന്ന രീതിയെ കുറിച്ച് പറയാനില്ല, ഇതൊക്കെ ജായിസാണ്. എന്നിട്ടാണ് കാന്തപുരം പറയുന്നത് എന്ത്? അത് ഇസ്ലാമികമല്ല എന്ന്.